ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ബംഗാളിൽ സംസ്ഥാന പോലീസ് ഒരു വശത്തും CBI മറുവശത്തും നിന്ന് ഏറ്റുമുട്ടിയ സംഭവഗതികൾക്ക് ഇന്നലെ സുപ്രീം കോടതിയുടെ ഇടപെടലോടെ അറുതി വരുന്നു. മമതാ ബാനർജി ധർണ പിൻവലിക്കുകയും ചെയ്തു. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ CBIയുടെ 40 അംഗ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ കൽക്കത്തയിലെത്തിയതോടെയാണ് സംഭവഗതികളുടെ ആരംഭം. അറസ്റ്റിന് കമ്മീഷണർ വിധേയമായി ആയില്ല എന്നു മാത്രമല്ല, സംസ്ഥാന പോലീസ് CBIക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അന്ന് ഒടുവിൽ പ്രശ്നം രാഖിരാമാനം സുപ്രീം കോടതിയിലെത്തി. ഇന്നലെ സുപ്രീം കോടതി കേസ് പരിശോധിച്ചു. ശാരദാ ചിട്ടി ഫണ്ട്, റോസ് വാലി കേസുകളിൽ CBIക്ക് മുൻപാകെ പോലീസ് കമ്മീഷണർ ഹാജരാകണം, പക്ഷേ അറസ്റ്റ് പാടില്ല. ഇതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിലപാട്. ബംഗാൾ യുദ്ധം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മലയാള മനോരമ ഇന്ന് യുദ്ധത്തിൻ്റെ പര്യവസാനം ലീഡ് വാർത്തയായി നമുക്ക് തരുന്നു. ബംഗാൾ യുദ്ധത്തിൽ സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്യാം, പക്ഷേ അറസ്റ്റ് വേണ്ട. ചോദ്യം ചെയ്യാം CBIക്ക്, പക്ഷേ അറസ്റ്റ് വേണ്ട. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക എന്നതായിരുന്നു CBIയുടെ ലക്ഷ്യമെങ്കിൽ ചോദ്യം ചെയ്യൽ മാത്രമേ കഴിയൂ. അറസ്റ്റ് പാടില്ല. അതും ദില്ലിയിൽ വെച്ച് ചോദ്യം ചെയ്യാനും പാടില്ല. ചോദ്യം ചെയ്യൽ കൽക്കത്തയിലോ ദില്ലിയിലോ അല്ല, മറിച്ച് ഷില്ലോങ്ങിൽ ഒരു പൊതുസ്ഥലത്ത് ആയിരിക്കണം എന്നുകൂടി സുപ്രീം കോടതി പറയുമ്പോൾ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞു. ചോദ്യം ചെയ്യുന്നത് ദില്ലിയിൽ ആക്കുക എന്ന CBIയുടെ ലക്ഷ്യം ഒഴിവാക്കാനും കഴിഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ മമതാ ബാനർജി തൻ്റെ ധർണ ഒഴിവാക്കി അല്ലെങ്കിൽ നിർത്തിവെക്കുകയും ചെയ്തത് എന്നും വാർത്ത പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. കൊൽക്കത്ത കമ്മീഷണറെ ഷില്ലോങ്ങിൽ ചോദ്യം ചെയ്യാം. ധർണ അവസാനിപ്പിച്ച് മമത CBIയെ തടഞ്ഞതിന് ചീഫ് സെക്രട്ടറിക്കും DGPക്കും നോട്ടീസ്. ജോമി തോമസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ദില്ലിയിൽ നിന്ന്. വാർത്ത ഇപ്രകാരം: ശാരദ, റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസുകളിൽ ചോദ്യം ചെയ്യുന്നതിന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ CBIക്ക് മുൻപാകെ ഹാജരാകണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. നിഷ്പക്ഷ സ്ഥലം എന്ന നിലയ്ക്ക് മേഘാലയത്തിലെ ഷില്ലോങ്ങിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്നും അറസ്റ്റോ ബലപ്രയോഗമോ പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3 അംഗ ബെഞ്ച് വ്യക്തമാക്കി. ഇതേസമയം രാജീവ് കുമാറിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള CBIയുടെ ശ്രമത്തിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച കൽക്കത്തയിൽ സത്യാഗ്രഹം തുടങ്ങിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അങ്ങനെ മമതാ ബാനർജി സമരം അവസാനിപ്പിച്ച് തടി കഴിച്ചിലാക്കി. ഏതായാലും അവർക്ക് ഒരു വിജയം അവകാശപ്പെടാം. കമ്മീഷണറെ അറസ്റ്റ് ചെയ്യാൻ വന്നവർ അറസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, ദില്ലിയിൽ വെച്ച് ചോദ്യം ചെയ്യാം എന്ന CBIയുടെ ആഗ്രഹം അതൊരു ദുരാഗ്രഹമായി മാറി എന്നവർക്ക് അവകാശപ്പെടാം കോടതിയുടെ നിലപാടിലൂടെ. പക്ഷേ മമതാ ബാനർജി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് രക്ഷപ്പെടും. കമ്മീഷണർ പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല. കമ്മീഷണർക്കെതിരെ നടപടിക്ക് കേന്ദ്ര നീക്കം വരുന്നു എന്നാണ് വാർത്ത. മമതാ ബാനർജിക്കൊപ്പം ധർണയിരുന്നതിന് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ബംഗാൾ സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇതോടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പുതിയ ഏറ്റുമുട്ടലിന് വഴി തുറന്നു പുതിയ ഏറ്റുമുട്ടൽ വരുന്നു എന്ന സാഹചര്യം കൂടി ഇന്ന് നമുക്ക് തരുന്നു മലയാള മനോരമ അതിൻ്റെ 1-ാം പേജ് വാർത്തയിലൂടെ. കോടതി ഇന്നലെ മെനിഞ്ഞാന്ന് കോടതി CBIയോട് പറഞ്ഞത് എന്താണ്? കോടതി പറഞ്ഞു, രാജീവ് കുമാറിനെതിരെ തെളിവുകൾ ഉണ്ടായിട്ടാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോയത്? തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ CBI പറഞ്ഞു തെളിവുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ തരുന്നു. ആ തെളിവുകൾ ഹാജരാക്കൂ, അതിനുശേഷം തീരുമാനിക്കാം. അത്യന്തം ഗൗരവതരമായ നിലപാടാണ് അക്കാര്യത്തിൽ
സുപ്രീം കോടതി കൈക്കൊണ്ടത്? തെളിവ് കൊണ്ടുവരൂ, അതിനുശേഷം അറസ്റ്റിനെ കുറിച്ച് ആലോചിക്കാം. ഒരു ദിവസം കോടതി നൽകി, പക്ഷേ ഒരു തെളിവും അവതരിപ്പിക്കാൻ CBIക്ക് കഴിഞ്ഞില്ല. ആ അർത്ഥത്തിൽ CBIക്ക് വലിയൊരു പരാജയം അവിടെ സംഭവിച്ചു. അതിനാൽ കർശന നടപടി ഒരിടത്തും ഉണ്ടായില്ല. അതായത് വ്യക്തമായ തെളിവില്ലാതെയാണ് CBI 40 അംഗ സംഘം അയാളെ അറസ്റ്റ് ചെയ്യാൻ, കമ്മീഷണറെ അറസ്റ്റ് ചെയ്യാൻ കൽക്കത്തയിലേക്ക് പോയത് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. അത് കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കേസ് കോടതിയിൽ വന്നപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾ ആ കേസിനെ എങ്ങനെയാണ് കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചത്? പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. സിറാജ് എന്ന പത്രം 1-ാം അംഗത്തിന് തിരശീല എന്ന ശീർഷകത്തിൽ ആ വാർത്തകൾ തരുമ്പോൾ അതിപ്രകാരം തരുന്നു. തൃണമൂൽ കോൺഗ്രസിന് വലിയ തുക സംഭാവന നൽകിയ ശാരദ റോസ്വാലി ടവർ ഗ്രൂപ്പ് എന്നിവയെ ചിട്ടി തട്ടിപ്പ് അന്വേഷിച്ച കൊൽക്കത്ത പോലീസിലെ പ്രത്യേക സംഘം രക്ഷിച്ചു എന്ന് CBIക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ വാദിച്ചു. സംഘം രക്ഷിച്ചു, പക്ഷേ കമ്മീഷണർക്കെതിരായ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനെതിരെ ബംഗാളിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞത് ഇങ്ങനെയാണ്: CBI ഉദ്യോഗസ്ഥരെ തടയുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും ഇതിനെ സാധൂകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു. CBI അന്വേഷണത്തിനുള്ള അനുമതി ബംഗാൾ സർക്കാർ നവംബറിൽ പിൻവലിച്ചിരുന്നുവെന്നും കോടതിയലക്ഷ്യ നോട്ടീസ് അയക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ബംഗാൾ സർക്കാരിനെതിരായ രാഷ്ട്രീയ പകവീട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. അങ്ങനെ വരുമ്പോൾ ദൃശ്യങ്ങൾ തന്നെ നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കോർട്ടലക്ഷ്യ കേസും നിലനിൽക്കാനുള്ള സാധ്യത ഇല്ലാതെ പോയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് മാധ്യമം അതുമായി ബന്ധിപ്പിച്ച കേസ് ലീഡ് വാർത്തയാക്കുമ്പോൾ കൈക്കൂലി കാര്യത്തിൽ TMCക്കൊപ്പം തന്നെയാണ് BJPയും എന്നും അതുകൊണ്ട് തന്നെ BJPയെ വിരട്ടാൻ എപ്പോഴും മമതാ ബാനർജി ഇക്കാര്യത്തിൽ കഴിയുമെന്നും ഒന്നുകിൽ ഒന്നിച്ചു മുങ്ങണം, നമുക്കും നിങ്ങൾക്കും കൂടി ഒന്നിച്ചു മുങ്ങാം കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒന്നിച്ചു പൊങ്ങാം, ഇതായിരുന്നു മമത മുന്നോട്ട് വെച്ച ഭീഷണി. മമത ഇന്നലെ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ വേദിയിൽ ഒരു കത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ആ കത്ത് എങ്ങനെയാണ്? കത്ത് പുറത്തുവിട്ട് മമത BJP നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ 3 കോടി കൈപ്പറ്റിയെന്ന്. മമതാ ബാനർജി വീണ്ടും CBIക്കും BJPക്കുമെതിരെ ഒളിയമ്പുമായി രംഗത്ത്. ചിട്ടി തട്ടിപ്പിൽ BJP അസം മന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 3 കോടി കൈപ്പറ്റിയെന്ന ആരോപണവുമായാണ് മമത തിരിച്ചടി തുടർന്നത്. ശാരദാ ചിട്ടി ഫണ്ട് ചീഫ് സുദീപ് സെൻ 2013 CBI അഴിമതി വിരുദ്ധ വിഭാഗത്തിന് എഴുതിയ കത്ത് തെളിവ് നിരത്തിയാണ് മമത BJPയെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയത്. ശർമ്മ തന്നെ ചതിച്ചെന്നും 2 വർഷത്തിനിടെ 3 കോടി രൂപയോളം അനധികൃതമായി കൈക്കലാക്കിയെന്നും കത്തിൽ പരാതി പറയുന്നു. മുൻ TMC നേതാവ് കൂടിയായിരുന്ന ശർമ്മ പിന്നീട് BJPയിലേക്ക് കൂടുമാറുകയായിരുന്നു. CBI അന്വേഷണം ഭയന്നാണ് ശർമ്മ BJPയിൽ സുരക്ഷിത താവളം കണ്ടെത്തിയതെന്നും BJPയിൽ അഭയം തേടുന്നവരെ CBI രക്ഷപ്പെടുത്തുകയാണെന്നും മമത ആഞ്ഞടിച്ചു. നോക്കൂ, ഇവിടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ കാര്യത്തിൽ TMCയിലെ അംഗങ്ങൾ, MP-മാർ, MLA-മാർ ഒക്കെ, മന്ത്രി, ഇവരൊക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൈക്കൂലിക്കാരിൽ ചിലർ BJPയിലേക്ക് ചേക്കേറി അവർക്കെതിരെയുള്ള അന്വേഷണം നിർത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ കാര്യത്തിൽ BJPയും TMCയും ഒരേ പാളയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇരുവരും കൈക്കൂലിക്കാരെയാണ് സംരക്ഷിക്കുന്നത്. അല്ലാതെ ചിട്ടിക്ക് പണം വെച്ച 25 ലക്ഷത്തോളം ആളുകളുടെ സംരക്ഷണമല്ല അവർ നോക്കുന്നത്. ആ അർത്ഥത്തിൽ മമത ഒരു കത്ത് പുറത്തേക്ക് വിടുമ്പോൾ ആദ്യം അത് മമതയുടെ ചങ്കിൽ തന്നെയാണ് തറയ്ക്കുന്നത്. അതിനുശേഷമാണ് നരേന്ദ്രമോദിയുടെ ചങ്കിൽ തറയ്ക്കുന്നത്. ഇത് കൈക്കൂലി ഇടപാടിൽ നടന്ന ഒരു വാഗ്വാദത്തിനപ്പുറം വലിയ വിലയൊന്നും ഇതിന് നൽകേണ്ടതില്ല എന്ന നിലയ്ക്കുള്ള CPM നിലപാടിനെ സാധൂകരിക്കുന്നുണ്ട്. ഇന്ന് ദേശാഭിമാനിയിൽ ഇതുമായി ബന്ധിപ്പിച്ച ഒരു തുടർ വാർത്ത ഉൾപേജിൽ തന്നിരിക്കുന്നു. കള്ളനെ പിടിക്കൂ, ജയിലിലടയ്ക്കൂ,
പ്രതിഷേധവുമായി കൽക്കത്തയിൽ CPM-ന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം. കള്ളനെ പിടിക്കൂ ആദ്യം, അതിനുശേഷമാകാം ഈ ചക്കളത്തി പോരാട്ടം എന്ന നിലയ്ക്കും ഒരു വാർത്ത വന്നിരിക്കുന്നു. കൗതുകകരമാണ് ആ വാർത്ത. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. കള്ളനെ പിടിക്കൂ, ജയിലിലടയ്ക്കൂ എന്ന പ്രതിഷേധവുമായി കൊൽക്കത്തയിൽ CPM-ന്റെ പ്രകടനം. കള്ളന്മാരെ രക്ഷിക്കാൻ പോലീസിനെയും CBI-യെയും അണിനിരത്തി അരങ്ങേറുന്ന തൃണമൂൽ BJP നാടകം അവസാനിപ്പിച്ച് ചിട്ടി ഫണ്ട് തട്ടിപ്പിലെ കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരണമെന്നും നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കാനുള്ള നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കൊൽക്കത്തയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും CPM ആഭിമുഖ്യത്തിൽ വൻ പ്രകടനങ്ങൾ അരങ്ങേറിയെന്ന് ഗോപി കൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ദേശാഭിമാനിയിൽ. ഇതൊക്കെയാണ് ഇന്ന് ബംഗാളിലെ ധർണ അവസാനിപ്പിച്ച കാര്യവുമായി ബന്ധിപ്പിച്ച് പത്രങ്ങൾ നമുക്ക് തരുന്ന വാർത്തകൾ. ഇന്ന് ദേശാഭിമാനിയുടെ ഇന്ത്യ ലോകം പുറം ഒരു വാർത്ത തരുന്നു. സൈന്യത്തിന് നൽകാൻ കേന്ദ്രത്തിന് ഫണ്ടില്ല. സൈന്യത്തിന് അനധികൃതമായ അംഗീകാരം നൽകുകയും ഏത് സാഹചര്യത്തിലും ദേശസ്നേഹം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന BJP-യുടെ ഇരട്ടത്താപ്പ് കാണുക. പ്രതിരോധ മന്ത്രാലയം പണം കൈമാറാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് യാത്രപ്പടി അടക്കമുള്ള അലവൻസുകൾ നൽകാൻ സൈന്യത്തിന് ഫണ്ടില്ല. പണമില്ലാത്തതിനാൽ സ്ഥലം മാറ്റം, താൽക്കാലിക മാറ്റം, പരിശീലനം, കോഴ്സുകൾ എന്നിവയ്ക്കുള്ള അലവൻസുകൾ ഉടൻ നൽകാനാകില്ല എന്നാണ് സൈന്യം അറിയിച്ചത്. 40,000-ഓളം ഉദ്യോഗസ്ഥരുള്ള കരസേനയിൽ വർഷം 4,000 കോടി രൂപയോളമാണ് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള അലവൻസുകൾക്ക് വേണ്ടത്. അത് നൽകാൻ വലിയ ദേശസ്നേഹവും സൈന്യസ്നേഹവും ഒക്കെ പറയുന്ന BJP-ക്ക് കഴിയാതെ പോയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കേരളം എന്നാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര്. പക്ഷേ ഇതര സംസ്ഥാനങ്ങളും കേന്ദ്രവുമൊക്കെ കേരള എന്നാണ് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് കേരള എന്ന് പറയുന്നതിന് പകരം കേരളം എന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു പ്രമേയം മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിക്കുന്നു നമ്മുടെ നിയമസഭയിൽ. ഒരു കാരണം, കേരള എന്ന് പറയുന്നത് ഒരു പഴയ കൊളോണിയൽ പദമാണ്, ഒരു കൊളോണിയൽ വിളിപ്പേരാണ്. അത് മാറി കൊളോണിയൽ സംസ്കാരത്തിൽ നിന്ന് മുക്തമാകാൻ കേരള എന്നല്ല കേരളം എന്ന് മാറി വിളിക്കണം എന്ന നിലയ്ക്കുള്ള ഒരു പ്രമേയം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷം പ്രമേയത്തെ പിന്താങ്ങുകയും ചെയ്യും. കേരളയല്ല, ഞങ്ങൾ കേരളം. മാതൃഭൂമി 1-ാം പേജിലെ ആദ്യ വാർത്തയായി അത് തരുന്നു. മറ്റു പത്രങ്ങൾ ഈ വാർത്ത കൊടുത്തതായി കാണുന്നില്ല, പ്രധാനപ്പെട്ട വാർത്തയാണെങ്കിലും. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ. ഈ ആവശ്യം ഉന്നയിച്ചുള്ള പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ബുധനാഴ്ച രാവിലെ UDF കക്ഷിയോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുകൂടി പറയുന്നുണ്ട് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധിപ്പിച്ച് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ നമ്മുടെ പേരുമായി ബന്ധിപ്പിച്ച ആത്മാഭിമാനത്തിന്റെ ഒരു പ്രമേയം ഇന്ന് നമ്മുടെ നിയമസഭ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്യും. ശബരിമലയുമായി ബന്ധിപ്പിച്ച് വൻ വാർത്തകളാണ് ഇന്ന് നമ്മെ കാത്തിരിക്കുന്നത്. സുപ്രീം കോടതി ശബരിമലയിലെ ഹർജികൾ, അത് 1ഉം 2ഉമല്ല, മൊത്തം 65 ഹർജികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഹർജികൾ ഇന്നാണ് പരിഗണിക്കുക. സെപ്റ്റംബർ 28 ചരിത്രപരമായ വിധിന്യായം. ആ വിധിക്ക് ശേഷം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം എന്തൊക്കെ സംഭവഗതികളാണ് അരങ്ങേറിയത്. അതിനുശേഷം ഇന്നാണ് ഈ വിഷയം നമ്മുടെ സുപ്രീം കോടതി ഇദം പ്രഥമമായി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ലോകവും കേരളവുമൊക്കെ സുപ്രീം കോടതിക്ക് വേണ്ടി ഇന്ന് കാതോർക്കുമെന്നുറപ്പ്. വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും നമുക്ക് തരുന്നു. മാതൃഭൂമിയാകട്ടെ അത് 1-ാം പുറത്ത് തന്നിരിക്കുന്നു. നമുക്ക് ആ മാതൃഭൂമി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. ശബരിമല ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. മാതൃഭൂമിയുടെ 1-ാം പുറം വാർത്തയാണ്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളും മറ്റപേക്ഷകളും സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. യുവതീ പ്രവേശ വിധിയുമായി ബന്ധപ്പെട്ട 4 റിട്ട് ഹർജികളും ഹൈക്കോടതിയിൽ നിന്ന് കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന
സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയുമാണ് പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം കേൾക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് റിട്ട് ഹർജികൾ ഉൾപ്പെടെയുള്ള പരാതികൾ പുനഃപരിശോധനാ ഹർജിയിൽ തീർപ്പാക്കിയ ശേഷമേ പരിഗണിക്കൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇവയും ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്ത്രിക്കും മറ്റുമെതിരെ AV വർഷ, ഗീനാകുമാരി എന്നിവർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഇതോടൊപ്പം ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരുടെ അഭിഭാഷകനോടും ബുധനാഴ്ച ഹാജരാകാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ജനുവരി 2 ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദു, കനകദുർഗ എന്നിവരും രേഷ്മ, നിഷാന്ത്, ഷനില, സതീഷ് എന്നിവരും പുനഃപരിശോധനാ ഹർജികളെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിധിയെ അനുകൂലിച്ചുകൊണ്ട് കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏകദേശം 65 ഹർജികളാണ് ഇന്ന് പരിഗണനയ്ക്ക് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ലോകം കാതോർത്തിരിക്കുന്നതാണ് എന്നുകൂടി അറിയുമ്പോൾ ഇന്ന് ദൃശ്യമാധ്യമ രംഗത്തെ, ആ ദൃശ്യമാധ്യമ ചന്തയിൽ തന്നെ വലിയ ആരവം ഉയരുന്ന ദിവസമാണ്. 10:30 മണി മുതൽ അത് തുടങ്ങും എന്ന് നമുക്ക് ഉറപ്പിക്കാം, കാതോർക്കാം. ശബരിമലയുമായി ബന്ധിപ്പിച്ച് G. സുകുമാരൻ നായരുടെ വലിയൊരു പ്രസ്താവന ഇന്ന് പത്രങ്ങൾ തരുന്നുണ്ട്. വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നത് കാണുക. കോടിയേരി NSSനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട G. സുകുമാരൻ നായർ അങ്ങനെയാണ് പറഞ്ഞത്. G. സുകുമാരൻ നായർക്ക് ഈ സമര കാലഘട്ടത്തിൽ വലിയ പ്രസക്തി ഉണ്ടായി. എന്തായിരുന്നു അതിനുള്ള കാരണങ്ങൾ? അതൊക്കെ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന കൃത്യമായും കാണിക്കുന്നുണ്ട്. UDF, LDF ക്യാമ്പുകളിൽ നിന്ന് വിട്ട് പുതിയൊരു പുറംപോക്കിലേക്ക് എന്തുകൊണ്ട് NSSും അതിൻ്റെ നേതാവും സഞ്ചരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് മറുപടി ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാണുക. നിരീശ്വരവാദികളായ ആക്ടിവിസ്റ്റുകളെ പോലീസ് സന്നാഹത്തോടെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയപ്പോൾ വിശ്വാസികളുടെ മനോവേദന മനസ്സിലാക്കി. ഇതൊന്ന് നിർത്തിയാൽ ഞാൻ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കാം എന്നുവരെ അറിയിച്ചു. അറിയിച്ചതാരെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുമാതിരി തന്നെ കോടിയേരി ബാലകൃഷ്ണനെയുമാണ് അറിയിച്ചത്. മുഖ്യമന്ത്രിയുമായും ഫോണിൽ ബന്ധപ്പെട്ടു. എല്ലാം അവഗണിച്ചവർ തീരുമാനമായി മുമ്പോട്ട് പോയി. അപ്പോഴാണ് ഈശ്വര വിശ്വാസവും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ, വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കാൻ NSS തീരുമാനിച്ചത്. അതാണ് ആ തീരുമാനത്തിന് പിന്നിൽ. മുഖ്യമന്ത്രിയെ അറിയിച്ചു. കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞു, കാല് പിടിക്കാം, ഈ വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കണം, നടപടികൾ നിർത്തിവെക്കണം, ഇതാണ് ആവശ്യപ്പെട്ടത്. അതേസമയം സുപ്രീം കോടതി വിധി തരികയും വിധി നടപ്പാക്കാൻ ആവശ്യപ്പെടുകയും, വിധി തന്നാൽ നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നതിന് തുല്യമാണ്. ഒരു സ്ത്രീ ആ വിധിയുടെ പിൻബലത്തിൽ അവിടെ വന്നാൽ അവരെ കയറ്റി വിടുകയല്ലാതെ, അതിന് സംരക്ഷണം അനുവദിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും സർക്കാരിന് മുന്നിൽ ഇല്ല എന്ന് സുകുമാരൻ നായർക്കും അറിയാം. അതുകൊണ്ട് സുപ്രീം കോടതി വിധിയെ മറികടന്ന് സുകുമാരൻ നായർ പറഞ്ഞത് കേട്ടില്ല മുഖ്യമന്ത്രി. അതാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി വന്നത്. ഇതിനു മുമ്പ് ഇവിടെ ചില മന്ത്രിസഭകൾ ഉണ്ടായിരുന്നു. താക്കോൽ സ്ഥാനം നൽകാൻ പറഞ്ഞാൽ അപ്പോടെ താക്കോൽ സ്ഥാനം നൽകുന്ന, അത് സുകുമാരൻ നായർ താക്കോൽ സ്ഥാനം നൽകൂ എന്ന് പെരുന്നയിലിരുന്ന് വിളിച്ചു പറഞ്ഞാൽ മുഖ്യമന്ത്രി താക്കോൽ സ്ഥാനം ഏതൊരു നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്ന കാലമുണ്ടായിരുന്നല്ലോ നായർ. ഇന്നാ കാലം മാറി. അതിൻ്റെ ദുഃഖമാണ് നായർക്ക്. ശരിയാണ്, പെരുന്നയിൽ നിന്ന് ഫോൺ ചെയ്താൽ കേൾക്കുന്ന കാലം ഇന്നില്ല. ഈ മന്ത്രിസഭയ്ക്ക് അത് കേൾക്കേണ്ട ഉത്തരവാദിത്വവുമില്ല. സാമുദായിക നേതാക്കളാൽ നയിക്കപ്പെടുന്നതല്ല കേരളത്തിലെ മന്ത്രിസഭ. അതാണ് നായർ പറഞ്ഞിരിക്കുന്നത്. അതാണ് നായരുടെ ദുഃഖം. ആ അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം UDF ക്യാമ്പ് വിട്ട് BJPയുടെ ക്യാമ്പിലേക്ക് സുകുമാരൻ നായർ സഞ്ചരിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം തന്നെ അറിയാതെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, ശബരിമലയെ മുൻനിർത്തിയൊക്കെ ഒരു വനിതാ മതിൽ വന്നപ്പോൾ വനിതാ മതിലിനെ എതിർത്ത സുകുമാരൻ നായർ അയ്യപ്പ ജ്യോതിയെ തുറന്നംഗീകരിക്കുകയും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. അതായത് എതിർക്കുന്നു ഇടതുപക്ഷത്തെ, പക്ഷേ UDFനൊപ്പം നിൽക്കുന്നില്ല. മറിച്ച് BJPക്കൊപ്പം തുറന്ന നിലപാടെടുക്കാൻ സുകുമാരൻ നായരെ പ്രേരിപ്പിച്ചത് പെരുന്നയിൽ നിന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാർ കേൾക്കില്ല എന്ന യാഥാർത്ഥ്യമാണ്. കേൾക്കില്ല എന്നതാണ് ഈ മന്ത്രിസഭയുടെ അന്തസ് എന്നുകൂടി
നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം, ഈ വാർത്തയിലൂടെ വായിക്കാം. എന്തിനാണ് ശബരിമലയിൽ ശുദ്ധികലശം നടത്തിയത്? അത് സ്ത്രീ പ്രവേശനവുമായി ബന്ധിപ്പിച്ചല്ല എന്ന പച്ചക്കള്ളം തേവരെ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷിക്കുന്ന നമ്മുടെ തന്ത്രി രാജീവൻ പറഞ്ഞു കളഞ്ഞല്ലോ. അതേ സംബന്ധിച്ചുള്ള തുടർ വാർത്ത വന്നിരിക്കുന്നു മനോരമയിൽ. തന്ത്രിയുടെ വാദം തള്ളി ദേവസ്വം ബോർഡ്. ശുദ്ധിക്രിയ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ തന്നെ. യുവതികൾ പ്രവേശിച്ചത് മൂലമല്ല ശബരിമലയിൽ ശുദ്ധിക്രിയ നടന്നതെന്ന തന്ത്രി കണ്ഠര രാജീവരുടെ വാദം തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. യുവതികൾ ദർശനം നടത്തിയതിന്റെ പേരിലാണ് തന്ത്രി ശുദ്ധീകരണം ചെയ്തതെന്ന ഉറച്ച ബോധ്യം ബോർഡിനുണ്ട് എന്ന് പ്രസിഡന്റ് പത്മകുമാർ വ്യക്തമാക്കി. അയ്യപ്പ ഭക്തനാണ്, അയ്യപ്പൻ രക്ഷിക്കും എന്ന് വിചാരിച്ചാൽ ഒരാൾ അതിനകത്തെങ്കിലും സത്യം പറയണം. സത്യത്തിൽ സ്ത്രീകൾ പ്രവേശിച്ചത് കൊണ്ടാണ് ശുദ്ധീകരണ പ്രക്രിയ നടത്തിയത് എന്ന് ഏത് കുഞ്ഞിനും ബോധ്യപ്പെടുന്ന കാര്യം എന്തിന് തന്ത്രി രാജീവന്റെ വീട്ടിലെ ആളുകൾക്ക് പോലും ബോധ്യപ്പെട്ട കാര്യമാണ്. പച്ചക്കള്ളം മലയാളികളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതല്ല കാരണം. എന്നാൽ കാരണം എന്ത് അത് പറയുന്നുമില്ല, പൊതുവായി ചില പ്രസ്താവങ്ങൾ ഒഴികെ. അപ്പോഴെന്താണ് കാരണം മാറ്റിവെച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ. സ്ത്രീ പ്രവേശനത്തിനെതിരെ അത് അശുദ്ധമായി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധിക്കെതിരാവും, അത് അലക്ഷ്യവുമാകും, കോടതി അലക്ഷ്യമാകും. അതിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ ഒരു തേവരും അക്കാര്യത്തിൽ തന്നെ സംരക്ഷിക്കില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഈ തന്ത്രി എന്ത് തന്ത്രിയാണ്? അദ്ദേഹത്തിന്റെ വിശ്വാസം പോലും അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു പതനം, ആ സ്ഥാനത്തിരിക്കാനുള്ള അയോഗ്യത, മറ്റെന്താണ് അയാൾക്ക് വേണ്ടത്? അതാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാകുന്നു. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രസ്താവന തരുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ വികസന രംഗം കാതോർത്തിരുന്ന ഒരു പ്രസ്താവന തന്നെയാണത്. മിന്നൽ ഹർത്താലിന് ഞങ്ങളില്ല. CPM-ന്റെ നിലപാടാണ്, ആദ്യമല്ല പറയുന്നത്. അത് വലിയൊരു മാറ്റവുമാണ്. ആ വാർത്ത ദേശാഭിമാനി തരുന്നത് കാണുക. മിന്നൽ ഹർത്താലുകളും തുടരെയുള്ള ഹർത്താലുകളും ഒഴിവാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോടിയേരിയോട് ചോദിക്കാമെന്ന ഫേസ്ബുക്ക് സംവാദ പരിപാടിയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഹർത്താൽ അവസാനത്തെ ആയുധമാണ്. ഇക്കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വയം നിയന്ത്രണം കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതേ സംബന്ധിച്ചൊരു സർവകക്ഷി ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഇടപാടുകാരുടെ പണം നഷ്ടപ്പെട്ടാൽ അതാര് നൽകും? ഇന്ന് കേരള കൗമുദിയുടെ ഉൾപേജ് കാലികമ്പുറം തരുന്നൊരു വാർത്ത കാണുക. അത് നിക്ഷേപകരെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. അക്കൗണ്ട് സുരക്ഷയുടെ ഉത്തരവാദിത്വം ബാങ്കിനാണ്. ATM തട്ടിപ്പിൽ നഷ്ടമാകുന്ന പണം ബാങ്ക് നൽകണം. ഹൈക്കോടതിയുടെ നിലപാടാണത്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇടപാടുകാർ അറിയാതെ പണം നഷ്ടമായാൽ ഉത്തരവാദിത്വം ആർക്ക്? അത് ബാങ്കിനാണെന്ന് മാത്രമല്ല, അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായ പണം തിരികെ നൽകാനും ബാധ്യതയുണ്ട് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കോടതി വിധിച്ചു. കനകദുർഗ അവരുടെ വീട്ടിൽ പ്രവേശിച്ചു, ഭർത്തൃ വീട്ടിൽ പ്രവേശിച്ചു. ശബരിമല ദർശനം നടത്തിയ കനകദുർഗ കോടതി വിധിയെ തുടർന്ന് ഭർത്തൃ വീട്ടിൽ പ്രവേശിച്ചു. രാത്രി 8ഓടെ പോലീസ് സംരക്ഷണത്തിൽ വീട്ടിലെത്തിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ കനകദുർഗ വരുന്നത് കണ്ട് വീട് വിടുകയും ചെയ്തു. നോക്കൂ, ദർശനം നേടിയ ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ്. സുകുമാരൻ നായർക്ക് ഇതൊന്നും കാണാൻ കണ്ണില്ല. അദ്ദേഹം തേവരെയാണ് കാണുന്നത്, മനുഷ്യരെയല്ല. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആലപ്പാട് കരിമണൽ ഖനനം അതാകാമെന്ന് ഭരണവും പ്രതിപക്ഷവും ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നു. കേരള കൗമുദിയുടെ ഒന്നാം പേജ് വാർത്തയാണത്, ലീഡ് വാർത്തയാണ്. കരിമണൽ ഖനനം നടത്താമെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും. സമയ ദൗർലഭ്യം കൊണ്ടത് എടുക്കാൻ കഴിയുന്നില്ല ആ വാർത്ത. ഇനി ഇന്നത്തെ ചിത്രം. മാർപ്പാപ്പയുടെ കന്നി അബുദാബി സന്ദർശനം കഴിഞ്ഞു, അദ്ദേഹം മടങ്ങിപ്പോയി. ഈ ചിത്രം കാണുക. ഇത് തന്റെ ആദ്യ സന്ദർശനത്തിൽ അബുദാബിയിലെ സയ്യിദ് സ്പോർട്സ് സിറ്റി ഓഡിറ്റോറിയത്തിൽ കുട്ടികളെ ലാളിക്കുന്ന മാർപ്പാപ്പയുടെ ചിത്രം ദീപിക ഇന്ന് ഒന്നാം പുറം ചിത്രമായി നമുക്ക് തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.